സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നല്ല ആളുകളോട് പ്രാർത്ഥിക്കാൻ പറയാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. ഇവിടെ മഴയ്ക്ക് വേണ്ടി റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം, ആ ഭരണകാലഘട്ടത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഇമാമായിട്ട് നിർത്തുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? നബിയോടല്ലേ അവർ മഴ ചോദിക്കുന്നത്? നബിയേ ഞങ്ങൾക്ക് മഴ തരണമെന്നല്ല പറയുന്നത്, മറിച്ച് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന മഹാനായ വ്യക്തിത്വത്തെ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു സഹാബിയെ, പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് സഹാബികൾക്ക് അഭിപ്രായമുള്ള ഒരു സഹാബിയെ മുന്നിൽ നിർത്തി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് പടച്ചവനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ഗൗരവമായി നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം. ഇനി ചിന്തിക്കൂ, ഔലിയാക്കളുടെ കറാമത്തിന്റെ ചരിത്രം പറയുമ്പോ പല ചരിത്രങ്ങൾ ആളുകൾ പറയാറുണ്ട്. അതിലൊന്നാണ് മറിയം ബീവിക്കുണ്ടായ കറാമത്ത്. ഇന്ന് രാവിലെ പോലും ചില സക്കാഫിമാരെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മറിയം ബീവിക്ക് കറാമത്തുണ്ടായല്ലോ, സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഖുർആനിലുള്ളതാണ്. അത് നമ്മുടെ ചർച്ചയല്ല. മറിയം ബീവിക്ക് കറാമത്തുണ്ടായോ? നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. ഉണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് മറിയം ബീവിക്ക് കറാമത്തുണ്ടായത് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഒരു ചെറിയ പടക്കം പൊട്ടിയ പനോൽപ്പടക്കം എന്താ ചെയ്യങ്ങളെ കൊണ്ട്? ചങ്ങായിമാരെ, ആറ്റം ബോംബ് വീണാ ഇളകാൻ പാടില്ല. അതാ ആണത്തൊന്നും അറിയണേ. ഓലപ്പടക്കം കണ്ടിട്ടാ അത് ഇവിടുത്തെ ഹൈന്ദവരുടെ ആചാരം പോവുകയാണ്. അതിലൊരു പടക്കം പൊട്ടി. നാര സുഹൃത്തുക്കളെ, വേറൊന്നുമില്ല. ഉണ്ടോ? അതെ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്ക്. ഇവിടെ മറിയം ബീവിക്കുണ്ടായ കറാമത്ത്, ഹില്ലറിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്തറിയോ? ഹില്ലർ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബോംബ് പൊട്ടിയെന്ന ഒരു തുള്ളി വെള്ളം ആ ഗ്ലാസ്സിൽ നിന്ന് പുറത്തു വിട്ടില്ല. ഒരു തുള്ളി വെള്ളം. അതിന്റെ കാരണം അത്ര ധൈര്യശാലിയായിരുന്നു അദ്ദേഹം. ബോംബ് തൊട്ടടുത്ത് പൊട്ടിയാൽ ഏത് മനുഷ്യന്റെ ഗ്ലാസ്സിൽ വെള്ളം കുലുങ്ങാത്ത? ബോംബ് അങ്ങനെ പൊട്ടിയിട്ട് ആ ഗ്ലാസ് പിടിച്ച പിടിയിലല്ലാതെ ഒരു തുള്ളി വെള്ളം ജർക്ക് ചെയ്തിട്ടില്ല. അതാ ധൈര്യം. ഒരു ചെറിയ പനോൽപ്പടകം അവിടെ പൊട്ടിയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, നടന്നത് വേറെ. പിന്നെ എങ്ങനെ നമ്മൾ മുജാഹിദാണ്? അപ്പോ ശരി, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് എന്തുണ്ടായി? കറാമത്തുണ്ടായി. എന്താ കറാമത്ത്? പള്ളിയിലെ മിമ്പറിൽ, അതുവരെ ആരും പറയാറില്ല. കറാമത്ത് ഉണ്ടായത് പള്ളിയിലെ മിമ്പറിൽ വെച്ചാ, അത് പറയില്ല, മിഹ്റാബിൽ വെച്ച്. പള്ളിയിലെ മിഹ്റാബിലാണ് മറിയം ബീവി. ആ മിഹ്റാബിൽ അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുക. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിങ്ങനെ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 37-38 സൂക്തങ്ങൾ. ആൽ ഇംറാനിലെ 37-38 സൂക്തങ്ങളിൽ ഈ കാര്യം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ അവളുടെ മറിയമിന്റെ ഉത്തരവാദിത്വം പടച്ചതമ്പുരാൻ ഏറ്റെടുത്തു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയിലെ മിഹ്റാബിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ഭക്ഷണം അല്ലാഹു ഇറക്കി കൊടുത്തു. കറാമത്തല്ലേ? അതെ. അല്ലാഹു ഇറക്കി കൊടുത്തതല്ലേ? അതെ. അല്ലാഹു ആദരിച്ചതല്ലേ? അതെ. പക്ഷെ ഇതിലൊന്നും നമുക്കെതിരെ അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഇത് ഉദ്ധരിക്കുന്നത്, മുതുകുട സക്കാവിമാരെ ഉദ്ധരിക്കുന്നത് എന്തിനാ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കാനാ, ദർഗേ പോകാൻ തെളിവാക്കാനാ. ഇതതിന് തെളിവാണോ? ശ്രദ്ധിക്കണം, ശരിക്കും ഈ സംഭവം ശ്രദ്ധിക്കണം. ഇത് കണ്ടാളാരാ? നമ്മൾ ഇന്നത്തെ കാലത്ത് പല ദർഗയിലുള്ള ആളുകളുടെയും കറാമത്തെ പലരും പ്രസംഗിച്ചത് കേട്ടിട്ടേ ഉള്ളൂ. നമ്മളവരെ കണ്ടിട്ടില്ല. അവർക്ക് കറാമത്തുണ്ടായത് നമ്മളാരും അറിയില്ല. ഈ ദുനിയാവിൽ ഒരു ദർഗയിലെയും ഷെയ്ഖിനെ കണ്ടവരുമില്ല, അവരെ കറാമത്ത് കണ്ടവരുമില്ല. പിന്നെ അവരുടെ പേരിൽ പ്രചരിപ്പിക്കാൻ ഏജന്റുമാരെ നിർത്തി അവർക്ക് പൈസ കൊടുത്ത അവർ മാത്രം പ്രചരിപ്പിക്കാൻ. എന്നാൽ സക്കരിയ നബി മറിയം ബീവിന്റെ കറാമത്ത് കണ്ടു, കണ്ണുകൊണ്ട് കണ്ടു അല്ലേ? നമുക്ക് ഏറ്റവും വലിയ തെളിവെന്താ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നു. കണ്ടിട്ട് പോലും മറിയം ബീവിയോട് വിളിച്ചു ചോദിച്ചോ, സഹായം തേടിയോ? അതിന് നിങ്ങൾ തെളിവ് പറയണ്ടേ? നിങ്ങൾ തെളിവ് പറയേണ്ടത് മറിയം ബീവിക്ക് കറാമത്തുണ്ടായി, ഓക്കെ. ആ കറാമത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു തേടിയിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ചർച്ച. ആ ചർച്ചയിലേക്ക് നിങ്ങൾ വരാത്ത എന്തുകൊണ്ടാ? നിങ്ങൾ പറഞ്ഞ ആ ചർച്ച എവിടെ എത്തൂല. അതുകൊണ്ടാണ്
നന്നായി ചിന്തിക്ക്. മറിയം ബീവിക്ക് ഭക്ഷണം ഇറക്കി കൊടുത്ത് കണ്ടപ്പോ സക്കരിയ നബി ചോദിച്ചു, അല്ല മറിയേ, എവിടുന്ന് അത് കിട്ടിയത്? അവൻ മറിയം ബീവി പറഞ്ഞത്, എനിക്ക് അള്ളാഹു ഇറക്കി തന്നതാ. അതൊക്കെ എന്റെ മിടുക്കാണെന്നാ? അല്ല, അതൊക്കെ എന്റെ കഴിവാണ്, എനിക്ക് എപ്പോഴും കിട്ടും, ഞാൻ വിചാരിക്കുമ്പോഴൊക്കെ കിട്ടും എന്നാണോ പറയുന്നത്? അല്ല. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നതാണ്, ഔലിയാക്കൾ ഇച്ഛിക്കുമ്പോ, അമ്പിയാക്കൾ ഇച്ഛിക്കുമ്പോ കിട്ടുന്നതാണ്. അങ്ങനെ ഒരു തെളിവ് ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു തെളിവ് ഇസ്ലാമിന്റെ കൃത്യമായ പ്രമാണങ്ങളിൽ ഇല്ലേ ഇല്ല. മാത്രമല്ല, റസൂലുള്ളാഹിനോട് തന്നെ അവരാവശ്യപ്പെട്ടെന്നറിയോ, എന്തിനങ്ങനെ ഖുർആൻ ഗഡുഗഡായിട്ട് ഇറങ്ങി ആകാശത്ത് നന്നായി കെട്ടിയിറക്കിക്കൂടെ? അതുപോലെ നിനക്കൊരു സ്വർണത്തിന്റെ തളികിറക്കിക്കൂടെ, ഒരു സ്വർണത്തിന്റെ കൊട്ടാരിറക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ വിചാരിക്കുമ്പോൾ നടക്കാത്ത കാര്യമാണ്. അള്ള എപ്പോഴാണോ ഇച്ഛിക്കുന്നത് അതേ നടക്കുള്ളൂ. ഞാൻ നിങ്ങളോട് ദീൻ പറയാൻ വന്നൊരു പ്രവാചകനാ. നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി പറയാൻ, ഹറാമെന്നതാണ് ഹലാലെന്നാണെന്ന് പറയാൻ, അല്ലാതെ അത്ഭുതം കാണിക്കാൻ വന്നതല്ല. എന്നിട്ട് മുസ്ലിയാർ പറയാണ്, മുഹമ്മദ് നബിയോ പ്രവാചകന്മാരോ ഇച്ഛിക്കുമ്പോഴൊക്കെ മൂജിദത്ത് കാണിക്കുക, അത് ഖുർആനെതിരാണ്, ഇസ്ലാമിന്റെ അഖീദക്കെതിരാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, ഇവിടെ സക്കരിയ നബി ചോദിക്ക്, മറിയമേ നിനക്കിതെങ്ങനെ കിട്ടി? മറിയം ബീവി പറയുന്നു, ഇതെന്റെ മിടുക്കാണ് എന്നല്ല, അള്ളാഹു എനിക്ക് ഇറക്കി തന്നതാണ്. എന്നിട്ട് മാത്രമല്ല, ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, പടച്ച തമ്പുരാൻ തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 37-ാമത്തെ ആയത്ത്. ഇത് കണ്ട സക്കരിയ നബി, ഇനിയാണ് കേട്ടോ നമ്മുടെ പോയിന്റ് ഇനിയാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. സക്കരിയ നബി മറിയം ബീവിയുടെ കറാമത്ത് കണ്ണുകൊണ്ട് കാണുന്നു. ആകാശത്ത് നിൽക്കുന്നത് കണ്ണുകൊണ്ട് കാണുക, അത് ഭക്ഷിക്കുന്നത് കാണുക, ആ വിഭവത്തിന്റെ പ്രത്യേകത കാണുക. ഇനി സുന്നികൾ പറയുന്നതാണ് ശരിയെങ്കിൽ മറിയം ബീവിയോടല്ലേ പിന്നെ സക്കരിയ നബി തേടേണ്ടത്? അതിനാണല്ലോ അവർ തെളിവ് പറയുന്നത്. ഈ മറിയം ബീവിയെ സക്കരിയ നബി വിളിച്ചു പ്രാർത്ഥിച്ചോ, അതിന് കാലശേഷമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ, അതൊക്കെ പോകട്ടെ, ഈ മറിയം ബീവിയുടെ മകനായിരുന്നല്ലോ ഈസാ നബി. ഈസാ നബി തേടിയോ? ഉമ്മ കറാമത്തുള്ള ബീവിയാണ്, മറിയം ബീവിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മറിയം ബീവിയുടെ കറാമത്ത് കണ്ട ഈസാ അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് തന്നെ ശരിക്കും മനസ്സിലാക്കിയ കാര്യം ഇതാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് എന്താണോ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? അത് കണ്ടുടനെ സക്കരിയ നബി മനസ്സിലാക്കണം, എനിക്ക് കുട്ടികളില്ല, സന്താനങ്ങളില്ല, അപ്പൊ എനിക്ക് മക്കളുണ്ടാകണം. അതിനെന്താ വഴി? മറിയം ബീവിക്ക് ഭക്ഷണം ഇറക്കിക്കൊടുത്ത പടച്ച തമ്പുരാൻ എനിക്ക് കുട്ടികളെ തരാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി ഇവിടെ വെച്ച് തന്നെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ മറിയം ബീവിയോടല്ല പ്രാർത്ഥിക്കുന്നത്, മറിയം ബീവിയോടല്ല സഹായം തേടുന്നത്. മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കിക്കൊടുത്തത് കണ്ട സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, ഹുനാലിക ദാ സക്കരിയ, ഖുർആൻ പറയാൻ 38-ാമത്തെ ആയത്ത്, ഹുനാലിക ദാ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. കണ്ടോ? അവിടെ വെച്ച് തന്നെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് തന്നെ ആരോട്? മറിയം ബീവിയോട്, റബ്ബിനോട്, പടച്ച തമ്പുരാനോട് അവിടെ വെച്ച് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പടച്ചവനെ, എനിക്കൊരു കുട്ടിയില്ല, കുട്ടിയെ തരണേ. ഇന്നക സമീഉദ് ദുആ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഉണ്ടോ? തീർച്ചയായും റബ്ബേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, എന്റെ പ്രാർത്ഥന കേൾക്കണേ, എനിക്ക് കുട്ടികളില്ല.